അപ്പോൾ ഇനി ഉണ്ടാക്കുന്നത് പുളിയിഞ്ചിയാണ്. ഇഞ്ചിക്ക് എണ്ണ ഞാൻ കുറച്ച് ഉണ്ടാക്കണുള്ളൂ കേട്ടോ, 2 ആളേ ഉള്ളൂ, അതുകൊണ്ട് കുറച്ച് ഉണ്ടാക്കണുള്ളൂ. ആദ്യം ഇഞ്ചി ഇടുക. ഇഞ്ചി ഒന്ന് കുറച്ച് മൂത്ത് വരാണ്ട്. അപ്പോൾ ഇത് മൂത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് പച്ചമുളക് അരിഞ്ഞത്, പിന്നെ ഇതിൽ കുറച്ച് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി വെച്ചതാണ്. അപ്പോൾ അത് എനിക്കറിയില്ല, കുറച്ചുള്ളൂ. ഇത് കുറച്ചുള്ളൂ, അതുകൊണ്ട് ഇതൊന്നും ഒരു കണക്ക് പറയാൻ വേണ്ടി ഇല്ല കേട്ടോ. 2 ആൾക്ക് ഉണ്ടാക്കുന്നത് ആയതുകൊണ്ട് അത്രയും കുറച്ച്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറേ ആൾക്കാർക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഇഞ്ചിയൊക്കെ കൂട്ടിയെടുക്കണം. പിന്നെ തീയൊന്ന് കുറച്ച് വെച്ചിട്ട് കുറച്ച് മുളക് പൊടി ഒരു ചെറിയ സ്പൂണിന് 1 സ്പൂണ് മുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ പച്ചമുളക് ഇട്ടുകൊണ്ട് എരിവ് നോക്കിയിട്ട് പിന്നെ ഇടാൻ കഴിയുള്ളൂ. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ്. ഇത് പുളി ഉണ്ടാവുകയുള്ളൂ കേട്ടോ. ഇത് മധുരം ഞാൻ ചേർക്കില്ല. പുളി ഇഞ്ചി എന്ന് പറഞ്ഞാൽ ഇതിൽ പുളി മാത്രമേ ചേർക്കുന്നുള്ളൂ. അതിൽ ഇതിനൊരു 3/4 കപ്പ് പുളി എടുത്തിട്ട് പുളിവെള്ളം ഇപ്പോൾ തിരിച്ചറിഞ്ഞ് നല്ലൊന്ന് വേകട്ടെ. അതേപോലെ ഇതിന് ഒരു 3/4 ടീസ്പൂൺ ഉണ്ടാവും. പിന്നെ അരിയും ഉലുവയും കൂടി പൊടിച്ചതാണ്. ഈ പുളിയിഞ്ചി നല്ല ടേസ്റ്റാട്ടോ. ഉണ്ടാക്കി നോക്കി, ഉണ്ടാക്കാത്തവർ. കുറച്ചുകൂടി 1 സ്പൂണും കൂടി വെള്ളം ഒഴിച്ചു. ഇത് നല്ല മൂത്ത് ഒരു എണ്ണ ഇതിൽ നിങ്ങളുടെ കുറച്ചുകൊണ്ട് വന്ന് കിട്ടണം. അപ്പോൾ ഇത് ഓഫാക്കാം. അപ്പോൾ നമ്മൾ ഇഞ്ചി ഇവിടെ ശരിയായിട്ടുണ്ട്. നല്ല രസമാണ്. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇഞ്ചി അപ്പോൾ പുളിയിഞ്ചി ഇവിടെ റെഡിയായി. ഇനി ശർക്കരപ്പൊടി ഉണ്ടാക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അഭിപ്രായങ്ങളൊക്കെ എല്ലാവരും പറയണം കേട്ടോ. ഇതെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം എല്ലാവരും അഭിപ്രായം പറയണേ.